നേരൽ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മുൻപിലോട്ട് നടന്നാൽ ഷെയർ ടാക്സി കിടക്കുന്നതായിട്ട് കാണാം. ഇവിടെ നിന്ന് മാത്തേരാനിൽ പോകാൻ ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്, കുട്ടികൾക്ക് 50 രൂപയും. മഴ ഇങ്ങനെ ചാറി നിൽക്കുകയാണ്. അങ്ങനെ ഷെയർ ടാക്സിയിൽ കയറി. ഷെയർ ടാക്സിയിൽ കയറിയപ്പോൾ മാത്തേരാനിൽ താമസിക്കുന്ന കുറച്ച് കുട്ടികളും കയറിയിരുന്നു. എൻ്റെ ഈ കൂട്ടുകാരനായ അജുവിന് കോഴിത്തരവും പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് അവരോട് ഒട്ടും സംസാരിച്ചില്ല. അവൻ അറിയാത്ത ഭാഷയായ ഹിന്ദിയിലാണ് ഇപ്പോൾ സംഭാഷണം നടത്തുന്നത്. ഒലിപ്പിച്ചോണ്ടിരിക്കുകയാണ് അജു ഇവിടെ. സാലിം പാവം 30 രൂപയ്ക്ക് സാധനം എടുത്തു. മഴയും കഴിഞ്ഞു. ആര് പറഞ്ഞു മഴ കഴിഞ്ഞില്ല? അവിടെ അങ്ങോട്ട് എപ്പോഴും മഴ തന്നെടാ. ഈ സാധനം ഇവിടെ നിന്ന് മാത്തേരാനിൽ പോകാൻ 8 കിലോമീറ്ററാണ് ഉള്ളത്. ഇതെങ്ങനെ മാത്തേരാനിൽ പോകുന്ന വീഡിയോയുടെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. 2000 രൂപയുടെ ബഡ്ജറ്റിൽ ഇറങ്ങിയ ഞാനാണ് ഇപ്പോൾ മാത്തേരാൻ കാണാൻ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മുൻപിലോട്ട് പോകുമ്പോൾ ഒരു ആർച്ച് കാണാം. പിന്നെ അവിടെ തൊട്ടൊരു കയറ്റമാണ്. പിന്നെ ഒരു മൂന്നാർ അല്ലെങ്കിൽ കൊടൈക്കനാൽ പോകുന്ന ഒരു ഫീലാണ്. ഈ കയറ്റം കയറുമ്പോൾ നമ്മുടെ ഒപ്പം ഈ കോടമഞ്ഞും കാണാം. ചെറിയൊരു മഴയും കൂടെ ഉള്ളതുകൊണ്ട് നല്ലൊരു സീനറിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ കയറ്റം കയറി പോകുന്ന വഴിക്ക് ചെറിയ വാട്ടർഫോൾസ് കാണാം. പിന്നെ റെയിൽവേ ട്രാക്സും കാണാം. താഴെ നമ്മൾ നേരൽ ജംഗ്ഷനിൽ കണ്ട ഒരു ട്രെയിൻ ഇല്ലേ, ആ ട്രെയിനാണ് ഇതുവഴി പോകുന്നത്. മഴ സമയത്ത് ഈ ട്രെയിനിന്റെ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല. മഴയില്ലാത്ത സമയത്ത് നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ എന്തായാലും ഈ ട്രെയിൻ കയറണം, മിസ് ചെയ്യരുത്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും നല്ല സ്പീഡിലാണ് പോകുന്നത്, കാരണം അവിടെ കൊണ്ട് ഇറക്കിയാലേ അവർക്ക് അടുത്ത ഓട്ടം കിട്ടത്തുള്ളൂ. ഇപ്പോൾ മാത്തേരാനിലെ വണ്ടി കടത്തി വിടുന്ന അവസാന പോയിന്റായ ദസ്തൂരി പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഷെയർ ടാക്സിയിൽ വന്നാലും സ്വന്തം വണ്ടിയിൽ വന്നാലും ഇവിടെ വരെ വരാൻ പറ്റത്തുള്ളൂ. വണ്ടി വരുന്ന അവസാന പോയിന്റ് ദസ്തൂരി പോയിന്റ്. അങ്ങനെ ടാക്സിയിൽ നിന്ന് വെളിയിലിറങ്ങിയപ്പോഴോ നല്ല തണുപ്പും മഴയും കൂടെ നല്ല കോടമഞ്ഞും. ഇനി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറണം. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് കിട്ടുന്നത്. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റിന് ചാർജ് വരുന്നത് 50 രൂപയാണ്, കുട്ടികൾക്ക് 25 രൂപയും. അങ്ങനെ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഇനി അകത്ത് കയറണം. ഗൈസ്, അകത്ത് കയറിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇതൊരു പച്ച നെറ്റ് കൊണ്ട് ഒരു ആർച്ച് വല്ല പണിതിട്ടുണ്ട്. എനിക്കൊന്ന് വേസ്റ്റ് ഇടാതിരിക്കാനായിരിക്കും, പക്ഷേ സൈഡിലൊക്കെ വേസ്റ്റ് ഉണ്ട്. ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ മൊത്തം കോട്ട് കച്ചവടമാണ്. ഈ റെയിൻ കോട്ടിന്റെ ഇത് ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും, താഴെ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഞാൻ താഴെ നിന്നാണ് വാങ്ങിച്ചത്. ഇതിന്റെ അങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടെ നിറച്ച് കച്ചവടക്കാരാണ് ഉള്ളത്. ഈ ഇടത്തെ സൈഡിൽ കണ്ടോ, ഈ ഇടത്തെ സൈഡിൽ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നത് ഓട്ടോ കയറാനാണ്. ഇവിടെ ഇലക്ട്രിക് ഓട്ടോ ആണ് ഉള്ളത്. ഒരാൾക്ക് 35 രൂപയാണ് വരുന്നത് ഇതിൽ കയറാൻ. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് കുതിര. ഇവിടെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കുതിരയാണ് ഇവിടുത്തെ മെയിൻ വാഹനം. ഈ കുതിരയിലേക്ക് കയറാൻ നല്ല റേറ്റ് ഉണ്ട്. ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വന്നത്, അതുകൊണ്ട് ഈ കുതിരയിലൊന്നും കയറാതെ നടക്കാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ സെൻട്രൽ റെയിൽവേ വെൽക്കം ടു മാത്തേരാൻ എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാം. ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് ടോയ് ട്രെയിൻ ഉള്ളത്. ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ, ഒരു പഴയ രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് ഇനി 1.5 കിലോമീറ്റർ അപ്പുറത്താണ് മാത്തേരാൻ. ഇവിടെ നിന്ന് ഒരാൾക്ക് 55 രൂപയാണ് ടോയ് ട്രെയിനിൽ പോകാൻ വരുന്നത്. മഴ കാരണം അമാൻ ലോഡ്ജ് റെയിൽവേ സ്റ്റേഷന്റെ ഒരു സൈഡിൽ നിൽക്കുകയാണ്, കാരണം വെളിയിൽ ഇറങ്ങി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, മഴയുള്ളതുകൊണ്ട്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ മഴയൊന്ന് കുറഞ്ഞു. അങ്ങനെ പിന്നെയും നടക്കാൻ തീരുമാനിച്ചു. മഴ കഴിഞ്ഞപ്പോൾ പിന്നെയും മാത്തേരാൻ കോടമഞ്ഞ് കൊണ്ട് മൂടി. ഇനി ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ നടക്കണം. അങ്ങനെ അവിടെ നടന്നു തുടങ്ങി. ഇതാണ്ട ഈ റെയിൽവേ പാളത്തിന്റെ മുകളിൽ കൂടെയൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. കോടമഞ്ഞും ചെറിയൊരു മഴയും തണുപ്പും കൊണ്ട് നടക്കാൻ ഒരു വല്ലാത്തൊരു ഫീല് തന്നെ. പോകുന്ന വഴിയെല്ലാം നല്ല രസമുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നിറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ഞാനൊരു കുട്ടിക്കുരങ്ങന്റെ ഫ്രണ്ടിൽ പോയി നിന്ന്, അതാണെങ്കിൽ നല്ലൊരു പോസൊക്കെ ഇട്ട് തന്നെ എനിക്ക്. ഞാൻ അതിനെയും കുറച്ച് നേരം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പിന്നെയും അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ എൻ്റെ ഫോൺ അടിച്ചു പോകാൻ ഉള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. കാരണം നല്ല മഴയാണ്, ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യും. അന്ന് ഇതുവരെയായിട്ടും മഴ ഒന്നും കുറഞ്ഞില്ല. അങ്ങനെ ഇവിടെ നിന്ന് ആദ്യത്തെ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഈ പോയിന്റിന്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ചെടുത്തോ. ഈ പോയിന്റിന്റെ പേര് വായിച്ച് ചിരിക്കുന്ന ആളാണെങ്കിൽ മനസ്സിലാക്കിക്കോ, അത് മലയാളിയാണ്. ഞാൻ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചത്, ഇവിടെ നിറച്ച് മലയാളികളുണ്ട്. എനിക്കൊന്ന് ഹിന്ദിക്കാരെക്കാളും കൂടുതൽ മലയാളികളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ പേരൊന്നും ഉറക്കെ വായിക്കല്ലേ. ഈ പോയിന്റിന്റെ താഴെ അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമുണ്ട്. അങ്ങനെ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നടന്ന് താഴോട്ട് ഇറങ്ങിയപ്പോൾ ഒരു നല്ലൊരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണാം ഞങ്ങൾക്ക് ഇവിടെ. അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടമാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് മാത്തേരാൻ എത്തുന്നത്. നിങ്ങൾക്ക് മാത്തേരാൻ ടോയ് ട്രെയിൻ ഇവിടെ കിടക്കുന്നതായിട്ട് കാണാം. അതുപോലെ അത്യാവശ്യം കച്ചവടക്കാരും ബിൽഡിങ്സും, നിങ്ങൾ ഇവിടെ താമസിക്കാൻ വരുന്നെങ്കിൽ താമസിക്കാൻ പറ്റുന്ന സ്ഥലവും എല്ലാം ഇവിടെയാണ് ഉള്ളത്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല മഴ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ നിന്ന് അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ ലൂസിയ പോയിന്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് ലൂസിയ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു കോടമഞ്ഞ് വന്നു. ആ കോടമഞ്ഞും മഴയും കൂടെ വന്നപ്പോൾ എൻ്റെ ക്യാമറയിൽ വെള്ളം കയറി. ക്യാമറയിൽ വെള്ളം കയറിയതുകൊണ്ട് എടുക്കുന്ന വിഷ്വൽസ് എല്ലാം നല്ല ബ്ലറായി.
കൂടെ കോടാമഞ്ഞും. എന്തായാലും നല്ല കിടിലം വ്യൂ പോയിന്റ് ആണ് ഇത്. നിങ്ങൾ എന്തായാലും ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും എൻ്റെ ഫോൺ ഓഫായി പോയി. ഹേ ഗായ്സ്, ഞാൻ വീഡിയോ എടുത്തതെല്ലാം ഈ ഫോണിലാണ്. എന്താ ഈ വരെയുള്ള ഫോണിൽ. ഇതിൻ്റെ ഇടയിൽ കൂടെ കഷ്ടപ്പെട്ട് എടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോസ് എല്ലാം. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫോൺ ഓഫായി പോയത്. ഫുൾ വരയായി ഇപ്പം. ഈ ചെറിയൊരു ഗ്യാപ്പ് ആണ്. ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ. ഇനി മാത്തേരാനെ കുറിച്ച് പറയാം. മുംബൈയുടെ തിരക്കുകളിൽ നിന്ന് മാറി വെറും 90 കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ ഒരു സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. അതാണ് മാത്തേരാൻ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ എന്നാൽ ഏറ്റവും സുന്ദരമായ ഹിൽ സ്റ്റേഷൻ. ഇവിടെ ഹോണടിയും ട്രാഫിക്കും ഇല്ല, കാരണം ഇവിടെ വണ്ടികൾക്ക് പ്രവേശനമില്ല. മാത്തേരാൻ എന്നാൽ മറാത്തിൽ മലയുടെ നെറ്റിയിലെ വനം എന്നാണ് അർത്ഥം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 800 മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിലാണ് ഈ സുന്ദരഭൂമി. പ്രകൃതിയെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ഗവൺമെന്റ് ഇതിനെ ഒരു എക്കോ സെൻസിറ്റീവ് റീജിയൻ ആയിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ടൗണിലേക്ക് കടന്നാൽ പിന്നെ വണ്ടികളില്ല. ഒന്നുകിൽ നടക്കണം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകണം. ഇവിടത്തെ ചുവന്ന മണ്ണിലൂടെയുള്ള നടത്തം അതൊരു പ്രത്യേക ഫീലാണ്. കാറ്റ് എത്ര ശുദ്ധമാണെന്ന് അറിയാമോ? പണ്ട് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ ഈ സ്ഥലം ഇന്നും അതിന്റെ പഴയ ഭംഗി നിലനിർത്തുന്നുണ്ട്. ഇനി മാത്തേരാനിലെ ഞാൻ ഏതൊക്കെ വ്യൂ പോയിന്റിൽ പോയെന്ന് പറയാം. ലൂസിയ പോയിന്റ്, എക്കോ പോയിന്റ്, കിങ് ജോർജ് പോയിന്റ്, ഷാരോട്ട് ലേക്ക്, സൺസെറ്റ് പോയിന്റ്, ഹാർട്ട് പോയിന്റ്, ഹണിമൂൺ പോയിന്റ്. മാത്തേരാൻ ഒരു 7 കിലോമീറ്റർ ചുറ്റളവിൻ്റെ അകത്തേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട് പോകണമെങ്കിൽ 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ നടക്കണം. നിങ്ങൾ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള ടൈമിൽ വരണം. അതാണ് ബെസ്റ്റ് ടൈം ഇവിടെ വരാൻ പറ്റിയ. റിവേഴ്സ് വാട്ടർഫോൾ ഉണ്ട്. സാധനം അവിടെ നിന്ന് എറിഞ്ഞാൽ തിരിച്ചു വരും എന്നും പറഞ്ഞെടുത്ത് ചാടാൻ നിൽക്കരുത്. നമ്മൾ പോയി കാണുന്ന മിക്ക പോയിന്റിലും ഫെൻസ് ഒന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കണം, ഇല്ലെങ്കിൽ അടി തെറ്റിയ താഴെ വീഴും. കൊക്കയാണ്, കാണാൻ പോലും പറ്റത്തില്ല അതിൻ്റെ അടിവശം. അതുകൊണ്ട് സൂക്ഷിച്ച് കെയർഫുള്ളായിട്ട് പോയിട്ട് വരണം. ഞങ്ങൾ പോയ സമയം നബിദിനായിരുന്നു. അതുകൊണ്ട് അവിടെ നബിദിനത്തിൻ്റെ കുറച്ച് റാലിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പോയിന്റിലും പോയി കണ്ട് തിരിച്ച് ടോയ് ട്രെയിനിൽ വന്ന് മാത്തേരാനിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഷെയർ ടാക്സി പിടിച്ചു. ഒരാൾക്ക് 100 രൂപ കൊടുത്തു. നേരല്ലി പോയി. നേരല്ലിൽ നിന്ന് ട്രെയിൻ പിടിച്ച് കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങി. അവിടെ ഒരു റൂം എടുത്ത് ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം.